വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ദശാംശ രീതികൾ അല്ലേ, ഡെസിമലിൻ്റെ നമ്മൾ ഒരു 3 പാർട്ടോളം ഇട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് മതിയെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ബാക്കി നോട്ടും വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ പേജ് നമ്പർ 78 മുതൽ ഇന്ന് എടുക്കുക കേട്ടോ. ബാക്കി ഒരുവിധം എല്ലാം നമ്മൾ ചെയ്തതാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ കേട്ടോ? മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ ഇത് മനസ്സിലാവുന്നില്ല, ഏതെങ്കിലും കണക്കുകൾ മനസ്സിലായില്ല എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് പറയണേ. അപ്പോൾ വേണമെങ്കിൽ ആ കണക്ക് ഞാൻ സമയമുള്ളപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇടാം കേട്ടോ, ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. പിന്നെ എനിക്കറിയാം ഒരു സംശയം ഒരാൾ പറഞ്ഞു, ഒരു ഡിജിറ്റിൽ ഇപ്പം 368/10 എന്നുള്ളത് ഞാൻ ഇവിടെ എഴുതിയപ്പോൾ 366 എന്ന് എഴുതി അല്ലേ, ഒരു 0 ആയപ്പോൾ ഒരു സ്ഥാനം മാറ്റി കുത്തിട്ട് പോയി അല്ലേ. അപ്പം ഈ 8 എന്നുള്ളത് 6 അതൊക്കെ ഒന്ന് നോർമലി തെറ്റ് പറഞ്ഞത് സമ്മതിക്കുന്നത്, പക്ഷേ അതൊക്കെ ഒരു തെറ്റായിട്ട് എടുക്കരുത്. കാരണം എന്താ, 368/10 എന്ന് വെച്ചാൽ താഴെ ഒരു 0 ആണെങ്കിൽ ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിട്ടാൽ മതി. ഞാൻ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ ഏതോ ഡിജിറ്റ് ആയിക്കോട്ടെ, അത് ഏത് ഡിജിറ്റ് ആയാലും ഒരു സ്ഥാനം 10 ആയതുകൊണ്ട് ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടുക എന്നുള്ളതേ ഉള്ളൂ. അവിടെ ഏതോ ആയിക്കോട്ടെ കേട്ടോ, നിങ്ങൾ പറഞ്ഞു തന്നത് ഓക്കെ, സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ അതൊക്കെ ഒരു വലിയ തെറ്റായിട്ട് വിചാരിക്കരുത് കേട്ടോ. ഓക്കെ, നിങ്ങളെ തെറ്റുകൾ എപ്പോഴും പറയുന്നത് നല്ലതാണ്. കാരണം നിങ്ങളത് കാണുന്നുണ്ടല്ലോ കാണുന്നുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ഇത് വലിയ തെറ്റായിട്ടൊന്നുമില്ല. കാരണം 368നെ 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഒരു സ്ഥാനം മാറ്റി കുത്തിടുക എന്നുള്ളതാണ് കേട്ടോ. സംഭവം പിടികിട്ടിയോ? അങ്ങനെ ആണെങ്കിൽ 100 ആണെങ്കിൽ 2 സ്ഥാനം ലെഫ്റ്റിലോട്ട്, അതൊക്കെ നമ്മൾ കുറേ പറഞ്ഞല്ലേ, 4 പാർട്ട് അതിനെക്കുറിച്ച് പറഞ്ഞതാണ് ആണല്ലോ നിങ്ങളെ. അപ്പം നമ്മൾ പേജ് നമ്പർ 78 ഞാനൊരു ഇച്ചിരി സ്പീഡ് കൂട്ടി പോവാം. കാരണം നമ്മൾ ഈ ചാപ്റ്റർ ഇന്ന് അങ്ങ് തീർക്കണം കേട്ടോ. അതുകൊണ്ട് ഒരു ഇച്ചിരി സ്പീഡ് കൂടുതലാവൊന്നും തോന്നല്ലേ. അഥവാ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് പോസ് ചെയ്തിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് കാണാം കേട്ടോ. നോക്കിക്കേ, ദ പെരിമീറ്റർ ഓഫ് ആൻ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ഈസ് 12.9 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് സൈഡ്? ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് 12.9 സെൻറ്റിമീറ്റർ ആണ്. ഓരോ വശത്തിൻ്റെയും നീളം എത്ര സെൻറ്റിമീറ്റർ? ഇവിടെ പെരിമീറ്റർ തന്നിട്ടുണ്ടോ നിങ്ങളെ? പെരിമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? ചുറ്റളവ് നമുക്ക് തന്നിട്ടുണ്ട്. ചുറ്റുമുള്ള അളവാണ് ചുറ്റളവ് അല്ലേ, ചുറ്റുമുള്ള അളവാണ് ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ. സമഭുജം എന്ന് വെച്ചാൽ 3 വശവും ഒരുപോലെയുള്ള സമമാണ് അല്ലേ. അതിൻ്റെ നമുക്ക് എന്താ മൊത്തത്തിൽ നമുക്ക് തന്നിട്ടുണ്ട് എത്ര നിങ്ങളെ? 12.9. നമ്മുടെ ഈ കണക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം നമുക്ക് ദശാംശം അല്ലെങ്കിൽ ഡെസിമലിലാണ് തന്നിരിക്കുന്നത്. നമ്മൾ ആ മാറ്റി കൊടുക്കുക എന്നുള്ളത് അല്ലേ. ഇപ്പം നമ്മുടെ ചോദ്യം എന്താ? 12.9 നമ്മുടെ 3 വശങ്ങളുടെയും തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു വശം കാണണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതറിയാമല്ലോ, ഇത് 1, 2, 3 ആണെങ്കിൽ ഒരു വശം കാണാൻ തന്നിരിക്കുന്നതിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. 12.9 ഡിവൈഡ് 3 എത്ര നിങ്ങളെ? അതെങ്ങനെ നമ്മൾ ചെയ്യും? ഡിവിഷൻ ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയാമോ? 129, അതായത് 12.9 അല്ലേ. 12.9 എന്നുള്ളത് നമ്മൾ കുറേ ചെയ്തതാണ് അല്ലേ. 12 നോക്കണേ കുഞ്ഞുങ്ങളെ, 12.9 എന്ന് പറഞ്ഞ് എന്താണ്? 129/10 എങ്ങനെ ഈ 10 വന്നത്? പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമായത് ഒരു 0. അങ്ങനെയാണെങ്കിൽ 1.29 എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? 129 പോയിന്റ് കഴിഞ്ഞ് 2 എണ്ണം എന്ന് പറഞ്ഞാൽ 0 കേട്ടോ. 2 0 വരുന്നത്. ഇതൊക്കെ നമ്മൾ കുറേ പഠിച്ചാൽ, എന്നാലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇവിടെ 12.9 ആയതുകൊണ്ട് നമ്മൾ എന്താ, പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമായതുകൊണ്ട് 0. ഓക്കെ ആണോ? ഇനി എത്ര കൊണ്ടാണോ ഡിവൈഡ് ചെയ്തത്? എത്ര? 1/3 അല്ലേ. അപ്പോൾ 129 ഇൻറ്റു 1 129 തന്നെയാണ്. 10 ഇൻറ്റു 3 30 ആണ്. 129നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4.3 ആണ്. ഇനി ഡിവൈഡ് ചെയ്യാൻ അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം നിങ്ങളെ. നോക്കിയേ, 129, ഇത് ശ്രദ്ധിച്ച് കേൾക്കണേ കേട്ടോ. ഇതൊരു എളുപ്പവഴി ഞാൻ പറയാം. 129 ഡിവൈഡ് 30 ആണ് അല്ലേ. 30 അല്ലേ. നമ്മൾ ഈ 0നെ അങ്ങ് മറന്നേക്കണം കേട്ടോ. മറന്നെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എന്താ, നിങ്ങൾക്ക് ടേബിൾ 30ൻ്റെ ഒന്നും ചെല്ലാൻ അറിയത്തില്ലെന്ന് എനിക്കറിയാം ഇല്ലയോ. 3ൻ്റെ പോലും അറിയാമെന്നുള്ളത് ഇപ്പോൾ സംശയം. അപ്പോഴാണ് 30 അല്ലേ. പോട്ടെ. ഇപ്പം 3ൻ്റെ ടേബിൾ ചെല്ലുക. അന്നേരം നമ്മൾ ഈ 12 വരുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടോ? 3ൻ്റെ ടേബിൾ നിങ്ങളൊന്ന് ചെല്ലിക്കുക. 1 3 3, 2 3 6, 3 3 9, 4 3 12 വന്നല്ലോ. ഇത്ര 4 3 ആണ് 12. അപ്പം നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? ഈ 0 കൂടെ പിന്നെ അങ്ങിട്ട് കൊടുക്കണം. അപ്പം 30 4 120 ആണെന്ന് മനസ്സിലാവും.
ഓക്കെ ആണോ? സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റിയിട്ടൊന്ന് ചെയ്തു നോക്കാം. നമുക്ക് സമയപരിധി എന്നാലും ഞാൻ ചെയ്യാം. 3, 4, 11 120 വരുന്നുണ്ടോ? എളുപ്പമില്ലയോ നിങ്ങളെ? അതായത് 0 മാറ്റി വെച്ചിട്ട് ചെയ്യുക. 3 × 4 12 ആണ്. അപ്പോൾ 12 ഇടുക, പിന്നെ ഒരു 0. അപ്പോൾ എത്ര? 129 നിന്ന് 120 കുറയ്ക്കുകയാണേ. അത് ഓർത്തോണേ, 2 സംഖ്യ വരുമ്പോൾ കുറയ്ക്കണം. 29 നിന്ന് 20 പോയാൽ 9 കേട്ടോ. 9 ഈ എന്താ ചെയ്യാന്നറിയോ? 30 9 പറ്റുമോ നോക്കുക. പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ എന്താ ഒരു 0 ഇട്ട് കൊടുക്കണം കേട്ടോ. ഇവിടെ 0 ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. അതായത് 30ൻ്റെ ടേബിൾ 9 ഇവിടെ വന്നത്. പറ്റുമോ? ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു 0 ഇട്ട് കൊടുത്തു. ഇവിടെ 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? മുകളിൽ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കണം. ഇനി അതൊക്കെ അറിയാൻ വേണമെങ്കിൽ ചെയ്തോണേ കേട്ടോ. അപ്പം നോക്കിയേ, 90. 30ൻ്റെ ടേബിളിൽ 90 പറ്റുമോ? ഞാൻ പറഞ്ഞു ടേബിളിൽ ചെല്ലുമ്പോൾ 0 കട്ട് ചെയ്താൽ മതി. 3ൻ്റെ ടേബിളിൽ 9 വരുമല്ലോ. എത്ര? 3 3 9 പിന്നെ നമ്മൾ 0 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ എത്ര? 0 വരുന്നു. അപ്പോൾ എത്ര? 4.3. ഇത് നല്ലപോലെ നോക്കി മനസ്സിലാക്കണേ നിങ്ങൾ കേട്ടോ. ഇനി അത് അഥവാ മനസ്സിലായെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ബാക്കടിച്ച് കേൾക്കണേ. ഓക്കെ ആണല്ലോ? 4.3 സെൻറ്റിമീറ്റർ. അത് ഓക്കെ. അപ്പോൾ ഒരു വശം എന്ന് വെച്ചാൽ 4.3 സെൻറ്റിമീറ്റർ. അടുത്ത് നോക്കിയേ, 16.5 16.5 kg of rice was divided equally among 5 peoples. How many kilogram is ഈച്ച് ഗെറ്റ്സ്? അതായത് 16.5 കിലോഗ്രാം അരി 5 പേർക്ക് ഒരുപോലെ വീതിച്ചു കൊടുക്കണം. 16.5 അതായത് 16.5 കിലോ അരി 5 പേർക്ക് ഒരുപോലെ വീതിച്ചു കൊടുക്കണം. ഓരോരുത്തർക്കും എത്ര കിലോഗ്രാം അരി കിട്ടും? അപ്പോൾ നമുക്ക് ഏത് വേർഡ് പ്രോബ്ലം, അതായത് ഇങ്ങനെയുള്ള കണക്ക് വെച്ചാലും സ്റ്റെപ്പ് എഴുതണം. സ്റ്റെപ്പ് എഴുതാൻ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ആരും ഇരിക്കരുത്. തന്നിരിക്കുന്നത് പറക്കി എഴുതുക. ഇവിടെ നോക്കൂ നിങ്ങളെ, ആകെ അല്ലേ ടോട്ടൽ എമൗണ്ട് ഓഫ് റൈസ്, ആകെ അരിയുടെ അളവ് അല്ലേ, ആകെ അരിയുടെ അളവ് എത്ര? 16.5 അല്ലേ? എന്നെ സംശയമില്ലല്ലോ. ഇനി 5 പേർക്കാണ് വീതിച്ചു കൊടുക്കേണ്ടത്. ഓരോരുത്തർക്കും കിട്ടുന്നത് അതെല്ലാം നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. അറിയത്തില്ല എന്ന് വിചാരിച്ചിരിക്കല്ലേ. അറിയാവുന്ന സ്റ്റെപ്പുകൾ പറക്കി എഴുതുക എന്നുള്ള, അങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് പഠിക്കുന്നത്. എല്ലാ പിള്ളേർക്കും പറയും ഈ വേർഡ് പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ടീച്ചറെ സ്റ്റെപ്പ് എങ്ങനെ എഴുതുന്നതെന്ന് അറിയത്തില്ലെന്ന്. ആദ്യം എഴുതുമ്പോഴൊക്കെ തെറ്റ് കാണും കുഞ്ഞുങ്ങളെ. തെറ്റിൽ നിന്നാണ് നമ്മൾ ശരിയിലോട്ട് വരുന്നത് അല്ലേ? ഞങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ എന്താ, നമുക്കിവിടെ തന്നിരിക്കുന്ന സ്റ്റെപ്പ് ഇത് നിങ്ങളൊന്ന് വായിച്ച് നോക്കണം. വായിച്ച് നോക്കി കേട്ടോ. ഈക്വലി ഡിവൈഡഡ് എമംഗ് 5 പീപ്പിൾ ദെൻ ഈച്ച് ഗെറ്റ്. എന്താ, 5 പേർക്ക് വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര കിട്ടുമെന്ന്. എന്താ 16.5 ആയിരുന്നു. അത് 5 പേർക്ക് വീതിച്ചു കൊടുക്കണം. 16.5 ഡിവൈഡ് 5. നമ്മൾ 16.5 എങ്ങനെ എഴുതണമെന്നാ അതറിയാമല്ലോ. ഇനിയും പറയണ്ടല്ലോ. 165/10 കേട്ടോ. 10 വന്ന എങ്ങനെ? പോയിന്റ് കഴിഞ്ഞ് ഒരെണ്ണം വന്നതുകൊണ്ടാണ് 10 ഇൻറ്റു എത്ര? 5. 5 എന്ന് പറയുന്നത് എന്താ? 1/5 എന്ന് എഴുതണം. ഈ ചില കാര്യങ്ങളൊക്കെ മനപ്പാടമായിട്ട് അങ്ങ് പഠിക്കണം. എന്ന് വെച്ചാൽ 5 വന്നത് ഒക്കെ എങ്ങനെയാ? ഈ 5 പേർക്കാണ് അല്ലേ വീതിച്ചു കൊടുക്കുക. 5 ആണ്. അപ്പോൾ 165 × 1 165. 10 × 5 50. 165നെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3.3. അതിന് സംശയമുണ്ടോ നിങ്ങളെ? 165നെ അതായത് ഞാൻ മുമ്പ് പറഞ്ഞ രീതി വെച്ചാണ്. ഇവിടെ നോക്കിക്കേ, 50 0 അങ്ങ് മറന്നേക്ക്. എന്നിട്ട് 5ൻ്റെ ടേബിളിൽ ചെല്ലുമ്പം 16 വരുന്നുണ്ടോ? ഉണ്ടല്ലോ. 3 × 5 15. പിന്നെ 0 ഇട്ട് കൊടുക്കണം. ഇതെൻ്റെ എളുപ്പ വഴിയാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. എന്താ നിങ്ങളെ 165ൻ്റെ 16 എടുത്തു. 16 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 50 എന്നെടുക്കാൻ, നിങ്ങൾക്ക് 50ൻ്റെ ടേബിൾ നിങ്ങൾക്ക് അറിയാമോ? 3 50 150 അറിയാവുന്നവരുണ്ട്. ഇല്ലയെന്നല്ല. 3 × 50 150 എഴുതുന്നവരും ഉണ്ട്. ഓക്കെ. ഇല്ലാത്തവർക്കാണെങ്കിൽ 3 × 5 15 പിന്നെ ഒരു 0 ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി 165 നിന്ന് 150 പോയാൽ 15 ആണ് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 15നെ 50 വെച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു 0 ഇട്ട് കൊടുത്തു. ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് 0 ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് 150 വന്നു ഇല്ലയോ? 150 ഇവിടെ നമ്മൾ 0 ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം? പോയിന്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് എന്താ? 150. നമ്മൾ പറഞ്ഞാൽ 3 × 50 150 ആണ്. അപ്പോൾ 0 എപ്പോൾ വരുന്നു അവിടെ നിർത്തണം. ഓക്കെ. അപ്പോൾ ഇവിടെ എത്ര ആൻസർ? ക്വസ്റ്റ്യൻ്റെ എത്രയാണ്? 3.3 kg. ഇത് ഡിവൈഡ് ചെയ്യാൻ അറിയണേ കേട്ടോ. ഓക്കെ. അടുത്ത ഭാഗങ്ങൾ, ഡിവിഷൻ. ഭാഗങ്ങൾ അല്ലെങ്കിൽ ഡിവിഷൻ അല്ലെ പാർട്സ്. നിങ്ങളുടെ ഇംഗ്ലീഷ്കാരുടെ പാർട്സ് ആണ്. അതായത് 10 മീറ്റർ നീളമുള്ള ഒരു കയർ 2 സമഭാഗങ്ങളാക്കി. ഓരോ കഷ്ണത്തിൻ്റെയും നീളം 10 മീറ്റർ നീളമുള്ളതിനെ നമ്മൾ തുല്യമായിട്ട് രണ്ടാക്കുമെങ്കിൽ എത്ര ആയിരിക്കും? 10നെ 5 5 ആയിരിക്കും അല്ലേ? അത് എങ്ങനെയാണ് കിട്ടുന്നതെന്നാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഡിവൈഡ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഇതൊന്നുകൂടെ കാണിച്ചിരിക്കുന്നത്. 24.8 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ചരട് കൊണ്ട് ഒരു സമചതുരം ഉണ്ടാക്കി. അതിൻ്റെ വശങ്ങളുടെ നീളം എത്രയാണ്? ഇത് നിങ്ങളുടെ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ കേട്ടോ. 24.8 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ചരട് കൊണ്ട് സമചതുരമാണ്. സമചതുരം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം എന്താ? 4 വശവും ഒരേ അളവായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ സമചതുരം എന്ന് പറയുന്നത്. അതിൻ്റെ വശങ്ങളുടെ നീളം എപ്പം നമുക്ക്
നമുക്ക് എന്താ സമചതുരം തന്നാലും വശങ്ങളുടെ നീളം കാണാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതൊക്കെ അറിയാമോ നിങ്ങളെ? അറിയത്തില്ലേ? ഇപ്പോഴേലും പഠിച്ചോണേ. ഏതൊരു സംഖ്യ സമചതുരത്തിൻ്റെ നീളം അറിയണമെങ്കിൽ മൊത്തം തന്നിരിക്കുന്നതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. മൊത്തം നമുക്ക് തന്നിട്ടുണ്ട് എത്ര? 24.8. അപ്പോൾ സ്റ്റെപ്പ് എങ്ങനെ എഴുതും? സ്റ്റെപ്പ് ഇതിന് വേണ്ട, ഇത് എന്താ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 24ൻ്റെ 4ൽ 1 വെച്ചാൽ എത്ര? 24/6 എന്ന് അടിച്ചാലും മതി. 24ൻ്റെ 4ൽ 1 വെച്ചാൽ 6 4 24. അങ്ങനെ ചെയ്യാം കേട്ടോ. അങ്ങനെയും ചെയ്യാം. ഇവിടെ സ്റ്റെപ്പ് വെച്ച് ഞാൻ വേറെയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ സമയപരിധി കൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞേക്കാം. ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ 0.8 വന്നത്? ഇതിനെ എന്താ ബൈ 1 ഇട്ടൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് ഇച്ചിരി അറിയാവുന്നവർ ചെയ്താൽ മതി കേട്ടോ. ഞാൻ എളുപ്പം പോകുന്നതുകൊണ്ട് അതുകൊണ്ട് അറിയാവുന്നവർ മാത്രം ചെയ്താൽ മതി. ഇത് ഹാഫ് അടിച്ച് ഇട്ട് ചെയ്തിരിക്കുക. 34.4 കിലോഗ്രാം ഓഫ് റൈസ് വാസ് ഡിവൈഡ് ഈക്വലി എമംഗ് 8 പീപ്പിൾ. ഹൗ മെനി കിലോഗ്രാം ഡിഡ് ഈച്ച് ഗെറ്റ്? 34.4 കിലോഗ്രാം അരി 8 പേർക്ക് ഒരുപോലെ വീതിച്ചു. ഒരാൾക്ക് എത്ര കിലോഗ്രാം അരി കിട്ടുമെന്ന്? 34.4 കിലോഗ്രാം അരി 8 പേർക്ക് ഒരുപോലെ വിധിച്ചു കൊടുത്തു. ഒരാൾക്ക് എത്രയാണ്? 34.4 അത് ഡെസിമലിലാണ് തന്നിരിക്കുന്നത്. നമ്മൾ അതിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റി ഇൻറ്റു 1/8. 344 ഇൻറ്റു 1 344. 10 ഇൻറ്റു 8 80. 344 80 വെച്ച് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 0 കട്ട് ചെയ്തിട്ട് 8ൻ്റെ ടേബിൾ ചെല്ലുക. 4 8 32 പിന്നെ 0 ഇട്ട് കൊടുക്കുക. 344 നിന്ന് 320 പോയാൽ 24. 24 80ൻ്റെ ടേബിളിൽ പറ്റത്തില്ല. നമ്മളൊരു 0 ഇട്ട് കൊടുത്തു. 0 എപ്പോൾ ഇട്ട് കൊടുക്കുമ്പോഴും ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കണം, മറക്കരുത്. എന്നിട്ട് എന്താ 240 അല്ലേ? 8ൻ്റെ ടേബിളിൽ ചെല്ലുമ്പോൾ 24 വരുന്നുണ്ടോ? ഉണ്ട്. 3 8 24. അപ്പോൾ 0 എവിടെ വരുന്നു അവിടെ നിർത്തുക. ആൻസർ 4.3. സ്റ്റെപ്പ് കൊണ്ട് കണ്ടോ. ഓക്കെ ആണോ നിങ്ങളെ? അടുത്ത ദ ടോട്ടൽ എമൗണ്ട് ഓഫ് റൈസ് 36. അത് ഏതായിരുന്നു? അരിയുടെ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് റൈസ് 33.6 കിലോഗ്രാം. ആകെ അരിയുടെ ഇത് ഏത് ചോദ്യവും നിങ്ങൾ? ഓക്കെ, സുജാതയുടെ അല്ലേ? അതെ, ഈ ചോദ്യവും നിങ്ങളെ. എ ലാർജ് വെസൽ കണ്ടെയ്ൻസ് 25.2 ലിറ്റർ ഓഫ് കോക്കനട്ട് ഓയിൽ. ഇറ്റ് വാസ് യൂസ്ഡ് ടു ഫിൽ 6 സ്മാൾ വെസൽ ഓഫ് ദ സെയിം സൈസ്. ഹൗ മച്ച് ഡസ് ഈച്ച് സ്മാൾ വെസൽ കണ്ടെയ്ൻസ്? ഒരു വലിയ പാത്രത്തിൽ 25.2 ലിറ്റർ വെളിച്ചെണ്ണയുണ്ട്. ഇത് ഒരേ അളവിൽ 6 ചെറിയ പാത്രത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഓരോ പാത്രത്തിലും എത്ര ലിറ്റർ ഉണ്ടെന്ന് ചോദ്യം കേട്ടല്ലോ. ഒരു വലിയ പാത്രത്തിൽ 25.2 ലിറ്റർ വെളിച്ചെണ്ണയുടെ. നമ്മുടെ ഏത് ചോദ്യം കിട്ടിയാലും അതെല്ലാം ഡെസിമലാണ്. ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കാനാണ് ആദ്യത്തെ ജോലി കേട്ടോ. അത് 6 ചെറിയ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് സ്റ്റെപ്പ് എഴുതാം. കപ്പാസിറ്റി ഓഫ് ദ ലാർജ് വെസൽ, വലിയ പാത്രത്തിലെ വെളിച്ചെണ്ണയുടെ അളവ് 25.2 ലിറ്റർ ആണ്. ദ ഓയിൽ ഓഫ് ഫിൽഡ്, എത്ര ചെറിയ പാത്രത്തിൽ എടുക്കണമെന്ന്? 6 ചെറിയ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാനാണ് സ്റ്റെപ്പ് എഴുതിക്കൊണ്ടേ കുഞ്ഞുങ്ങളെ. അപ്പം നമുക്ക് എന്താണ് 25.2 എന്നുള്ളതിനെ നമ്മൾ ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കി. എത്ര പാത്രത്തിലാണ്? 1/6 ആണ്. കണ്ടോ, ഡിവൈഡ് ചെയ്യാൻ അറിയണേ. 252നെ 60, ഈ 60 ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 60 കിട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയണം. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു പാഠത്തിനകത്തിൽ ഇത് തന്നെയാണ് മെയിൻ പോയിന്റ്. ഈ 60 എന്നുള്ളതിൻ്റെ 0 മാറ്റിയിട്ട് 6 വെച്ച് ചെയ്യുക. അപ്പോൾ 6 4 24 എന്നിട്ട് 0 ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് എളുപ്പ വഴിയാണ് കുഞ്ഞുങ്ങളെ. അപ്പോൾ എത്ര? 240. അത് മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ ചെയ്തു തരണോ? അതായത് ഞാൻ നോക്കൂ കുഞ്ഞുങ്ങളെ, 252 ആണ് അല്ലേ? അതിനെ നമ്മൾ എത്ര വെച്ചാണ്? 60 വെച്ചാണ്. 60 ഒന്നും വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ അറിയത്തില്ലെന്ന് എനിക്കറിയാം. അപ്പം നമ്മൾ ആ 0ത്തിനെ അങ്ങ് മാറ്റി വെച്ചേക്കണം കേട്ടോ. അങ്ങോട്ട് മാറ്റിയിരിക്കട്ടെ, മാറിയിരി അങ്ങോട്ട്. അപ്പോൾ 6 ആണ്. ഈ 6ൻ്റെ ടേബിളിൽ ചെല്ലുമ്പോൾ 25 വരുന്നുണ്ടോ? ഉണ്ട്. എത്ര? 6 4 24 വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ബാലൻസ് എത്ര ഉണ്ട്? 12 ഉണ്ട്. ഈ 24 എന്ന് വെച്ചാൽ ഈ 0 എടുത്ത് കളഞ്ഞ 0 നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ തട്ടിയത് കേട്ടോ. 240. ഇനി 12ഉം 60ഉം ആണ്. 12നകത്തിൽ 60 വരത്തില്ല. നമ്മളൊരു 0 ഇട്ട് കൊടുത്തു. ഈ കണക്കിൻ്റെ എല്ലാം ഇത് ഈ ഒരു മോഡൽ അങ്ങ് ഓർത്താൽ മതി. 0 ഇട്ട് കൊടുക്കുമ്പോൾ മേളിൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇനിയും 60നകത്തിൽ 120, അതായത് 6നകത്തിൽ 12 വരുന്നുണ്ടോ? ഉണ്ട്. എത്ര? 2 6 12 ആണ്. പിന്നെ നമ്മൾ ആ 0 ഇട്ടു. ഈ 0 ഇട്ട് കൊടുക്കുന്നത് എവിടെയൊക്കെയാണെന്ന് നല്ലപോലെ അറിഞ്ഞിട്ട് വേണേ കേട്ടോ. അതായത് 60 ആയതുകൊണ്ടാണ് നമ്മൾ 6 വെച്ച് ചെയ്തത് കൊണ്ട് കേട്ടോ. 6 4 24 പിന്നാണ് ഈ 0. അതായത് 60 × 4 240 ആണ്
കേട്ടോ. 60 × 4 240 അറിയാവുന്നവർ മാറ്റിയിട്ട് ചെയ്തോ കേട്ടോ. ഈ ഒട്ടും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ മാറ്റി എടുത്തുകൊണ്ട് പോകാമെന്നൊക്കെ പറയുന്നത് കേട്ടോ. അറിയാവുന്നവർക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്ത് പഠിക്കണേ. ഒന്നും അറിയാൻ വയ്യാത്തവർ, ഇപ്പോഴും ഡിവൈഡ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർ കാണും കുഞ്ഞുങ്ങളെ. അതുകൊണ്ടാണ് ഞാൻ അതിനെ അങ്ങോട്ട് മാറി ഇതിനെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോകാമെന്നൊക്കെ പറയുന്നത് കേട്ടോ. 252 നിന്ന് 240 പോയാൽ ബാക്കി 12 ഉണ്ട്. അപ്പം നമ്മളെന്താ 12നെ 60 വെച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് 0 ഇട്ട് കൊടുത്തു. 120. 0 ഇട്ട് കൊടുക്കുമ്പോൾ മേലിൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. 120. 60ൽ 120 2 വട്ടം പറ്റും. 260 120 0. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ 4.2 ലിറ്റർ. ഓക്കെ ആണല്ലോ. അടുത്ത നോക്കിക്കേ. അടുത്ത നോക്കും ഞാൻ 33.6 കിലോഗ്രാം അരി 8 പേർക്ക് തുല്യമായി വിധിച്ചെടുത്തു. സുജാത തനിക്ക് കിട്ടിയത് 3 ഭാഗിച്ചു. ഒരു ഭാഗം റസിയയ്ക്കും കൊടുത്തു. റസിയയ്ക്ക് കിട്ടിയത് എത്ര കിലോഗ്രാമാണ്? ചോദ്യം നല്ലപോലെ മനസ്സിലാക്കണം. ഇംഗ്ലീഷ് കണ്ടോ? 33.6 കിലോഗ്രാം റൈസിൻ്റെ ആണ് കേട്ടോ. അത് ചോദ്യം മലയാളത്തിൽ മനസ്സിലായി നിങ്ങളെ. 33.6 കിലോഗ്രാം അരി, അത് 8 പേർക്കാണ് തുല്യമായിട്ട് വീതിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ സുജാതയ്ക്കും കൊടുത്തു. അതുപോലെ അവൾ അതിനെ വീണ്ടും 3 ഭാഗിച്ചു. അപ്പോൾ ഭാഗിച്ച് ആർക്ക് കൊടുത്തു? റസിയയ്ക്ക് കൊടുത്തു എന്ന്. അപ്പോൾ റസിയയ്ക്ക് എത്ര കിട്ടിയെന്ന് നോക്കിക്കേ. ഏതൊരു കണക്ക് വരുമ്പോഴും സ്റ്റെപ്പ് എഴുതണം. ടോട്ടൽ എമൗണ്ട് ഓഫ് റൈസ് മൊത്തം എത്ര ആയിരുന്നു? ടോട്ടൽ എമൗണ്ട് ഓഫ് റൈസ് 33.6. ആകെ അരിയുടെ അളവാണത്. 8 പേർക്ക് തുല്യമായിട്ട് വിധിച്ചു കൊടുത്തു അല്ലേ. അത് നമ്മൾ എങ്ങനെ വീതിച്ചു കൊടുക്കും? 33.6 എന്നുള്ളത് ഡെസിമലിലാണ് തന്നിരിക്കുന്നത് അല്ലേ, ദശാംശമാണ്. അതിനെ നമ്മൾ എന്താക്കണം? ഫ്രാക്ഷനിലോട്ട് മാറ്റി. അതൊക്കെ അറിയാവേ, ഇനി ഞാൻ പറയണ്ടല്ലോ. എത്ര പേർക്ക്? 8 പേർക്ക്. അപ്പം 1/8 അല്ലയോ നിങ്ങളെ. ഇനി എന്താ 336 × 1 336. 10 × 8 10 × 8 80. ഓക്കെ, 336നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതുകൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എളുപ്പവഴി പറഞ്ഞിട്ടുണ്ട്. 0 മാറ്റിയിട്ട് 4 8 32, പിന്നെ 0 ഇട്ട് കൊടുക്കുക. 336ൽ നിന്ന് 320 പോയാൽ 16. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? 16 80ൽ വരത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഒരു 0 ഇട്ട് കൊടുത്തു. 0 ഇട്ട് കൊടുക്കുമ്പോൾ വെളി പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പം 160. 80നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 160. ഓക്കെ, 0 വന്നു, നിർത്തി. 4.2. ഇനി ഇതിനെ 3 അപ്പം 4.2 കിലോ കിട്ടി. 8 പേർക്ക് കൊടുത്തപ്പോൾ ഓരോരുത്തർക്കും 4.2 കിലോ വീതം കിട്ടി. ഇവരെന്ത് ചെയ്തു? സുജാത അതിനെ വീണ്ടും 3 ഡിവൈഡ് ചെയ്തു. 3 ഭാഗിച്ച് ഒരു ഭാഗം എന്ത് ചെയ്തു? റസിയയ്ക്ക് കൊടുത്തു. സുജാത ഡിവൈഡ് എങ്ങനെ? 4.2നെ വീണ്ടും 3 ഡിവൈഡ് ചെയ്തു. 4.2 എന്ന് പറയുന്നതിനെ എന്താ? ഡെസിമൽ അല്ലേ, അതിനെ ഫ്രാക്ഷനായിട്ട് 42/10 × 1/3. 42/30 വന്നത് എങ്ങനെയാണെന്നറിയാലോ? 10 × 30. ഓക്കെ ആണല്ലോ. 10 × 3 30. 42നെ 30 വെച്ച് ഡിവൈഡ് ചെയ്താൽ മുമ്പ് നമ്മൾ പറഞ്ഞ രീതി വെച്ച് 0 കട്ട് ചെയ്തിട്ട് ചെയ്താൽ മതി. 1.4 kg. ഓക്കെ ആണോ നിങ്ങൾ? ഇതൊക്കെ എൻ്റെ എളുപ്പവഴിയാണ്. ഇത് ചിലവർ എല്ലാം എൻ്റെ എളുപ്പവഴി എളുപ്പം മനസ്സിലാവുന്നുണ്ടെന്ന് പറയുന്നതുകൊണ്ടാവും ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. അടുത്ത നോക്കിക്കേ. 7407 / 6. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 12, അതായത് 1237.5 എന്ന് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടെസ്റ്റിലെ ഈ കണക്കുകൾ ചെയ്യാൻ ഏത് കണക്ക് എന്നാലും ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്താ ഇവിടെ നോക്കിക്കേ. 7407 / 6 ആണെങ്കിൽ അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നു അല്ലേ. ഇപ്പം ഇവിടെ എന്താ? ഇത് ക്വസ്റ്റ്യനിൽ നമുക്ക് ഇങ്ങനെ 0.5 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ 0.7 അല്ലേ, 0.7. അപ്പോൾ നമ്മൾ ഒരു സ്ഥാനവും കൂടി ലെഫ്റ്റിലോട്ട് മാറ്റണം. ഓൾറെഡി നമുക്ക് ഒരു സ്ഥാനം തന്നിട്ടുണ്ട് അല്ലേ. വീണ്ടും ഒരു സ്ഥാനവും കൂടെ മാറ്റണമെന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന ആൻസറിൽ ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ആൻസർ എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ ഇത് നോക്കി, ഇതിനകത്തിലുണ്ടായിരുന്നോ? ഇല്ല, ഇതിനകത്തിലുണ്ട്. ഒരു സ്ഥാനം മാറ്റി. അപ്പം ഒരു സ്ഥാനവും കൂടെ മാറ്റി കുത്തിടണം. ഇനി നോക്കിയാൽ 1 2 സ്ഥാനം മാറ്റിയാണ് ഇവിടെ കുത്തിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യണം? 3 സ്ഥാനം. ഈ 3 വന്ന എന്തുകൊണ്ടാണെന്നറിയാമല്ലോ. ഇത് ഇല്ലായിരുന്നെങ്കിൽ ഈ 2 എണ്ണമാണെങ്കിൽ ഇവിടെയും 2 എണ്ണേ വരത്തുള്ളായിരുന്നു. പക്ഷേ നമ്മുടെ ആൻസറിൽ ഇവിടെ ഓൾറെഡി ഒരെണ്ണം ഉള്ളത് കൊണ്ട് 1 കൂടുതലാണ്. അപ്പോൾ ഇവിടെ 3 എണ്ണം വരും. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 4, ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 5, ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 6, അങ്ങനെ വരും കേട്ടോ. അതല്ല ഇവിടെ പോയിന്റ് ഇല്ലായിരുന്നെങ്കിൽ എന്താ? ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 4, ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 5, എല്ലാം സെയിം ആയിട്ടേ വരത്തുള്ളായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. സൂക്ഷിച്ചൊന്ന് നോക്കിയേ. എന്നെ ഇതിലോട്ടല്ല നോക്കേണ്ടത്, നിങ്ങൾ വലുതായിട്ട് എഴുതി ബുക്കിൽ വെച്ചിട്ട് നോക്കിയാൽ മതി. അപ്പോൾ പിടികിട്ടും കേട്ടോ. ഭിന്നവും ദശാംശവും, ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാം. ഭിന്നവും ദശാംശവും എന്ന് വെച്ചാൽ അതിൻ്റെ പ്രത്യേകത ഡിനോമിനേറ്റർ എപ്പോഴും എന്താവും നിങ്ങളെ? ഒന്നുകിൽ 10 ആയിരിക്കണം, അല്ലെങ്കിൽ 100 ആയിരിക്കണം, അല്ലെങ്കിൽ 1000 ആയിരിക്കണം, അങ്ങനെ, അല്ലെങ്കിൽ 10,000 ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. നിങ്ങൾ എപ്പോഴും അത് ഓർത്തോണം. എന്താ? ഫ്രാക്ഷനെ ഡെസിമൽ ആക്കണമെങ്കിൽ അതിൻ്റെ താഴത്തെ ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ഇതാണെങ്കിൽ മാത്രം
മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ 2/5 എന്താ ഡെസിമലോട്ട് മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുമെന്ന് നോക്കിക്കേ. 5 നമ്മൾ എന്താക്കണം, 10 100 1000 മാറ്റണം. ഇവിടെ 10 ആക്കാൻ എളുപ്പമാണ്. 5 × 2 10. താഴെ എന്താണോ എടുക്കുന്നത് അത് തന്നെ മേളിൽ കൊടുക്കുക. 1 × 2 2/10 എന്ന് വെച്ചാൽ 0.5. എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങളെ? അതായത് ഒന്നുകൂടെ ഞാൻ പറയാം, ഇങ്ങനെ നോക്കണേ. 5/20 എന്ന് പറയുക. കണ്ടോ, 5/20. അപ്പം നമ്മൾ എഴുതുക 5/20 എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മൾ 10 ആക്കണം അല്ലെങ്കിൽ 100 ആക്കണം. എന്തായാലും 20നെ 10 ആക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്തോ ആക്കണം, 100 ആക്കണം. 20 × 2 5 10. 2 5 10 ആയപ്പോൾ 25 100. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇവിടെ എന്താണോ തരുന്നത് അത് തന്നെ വേണം മുകളിലും കൊടുക്കാൻ കേട്ടോ. ഈ താഴെ ഏതാണോ നമ്മൾ എടുത്തത് അത് തന്നെ മുകളിൽ കൊടുക്കുക. 5 × 5 25. ഇതാണ് സംഭവം. ഇനി 25/100 എന്ന് വെച്ചാൽ 0.2. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ കുറേ പഠിച്ചതാണ്. 25/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.25 ആണ്. ഇതാണ് സംഭവം. ഇപ്പം നമ്മൾ എന്താ ഭിന്നവും ദശാംശവും എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടെസ്റ്റിലെ എക്സസൈസ് നോക്കണേ നിങ്ങളെ. 3/5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5നെ നമ്മൾ എന്താക്കണം, 10 ആക്കണം. ഇനി നോക്കിയേ 4/5 5നെ നമ്മൾ എന്താക്കണം, ഒന്നുകിൽ 10 ആക്കണം അല്ലെ 100. ഇവിടെ 5 × 2 ആണ് 10. അപ്പോൾ ആ 2 തന്നെ വേണം മുകളിൽ കൊടുക്കുക. ഇപ്പോഴും അത് അറിയാൻ വയ്യാത്തവരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. താഴെ ഏതാണോ തരുന്നത് അത് തന്നെ മുകളിൽ കൊടുക്കണം. 4 × 2 8 ആണ്. അപ്പോൾ നമ്മൾ 0.8 കേട്ടോ, ഓർത്തിരുന്നോണേ. ഇനി അതുപോലെ 1/20. 20 എന്ന് പറയുന്നത് 10 വെച്ച് പറ്റത്തില്ല. അപ്പോൾ എത്ര ആയിരിക്കും? 20 5 വെച്ചേ പറ്റത്തുള്ളൂ. ഈ മുകളിൽ 5 എഴുതിയിട്ട് താഴെ 5 അല്ല, ഇവിടെ ഏതാണോ കിട്ടുന്നത് അതേ മുകളിലോട്ടും പോകത്തുള്ളൂ കേട്ടോ. 1 × 5 5/100 എങ്ങനെ എഴുതും? 0.5 അല്ലേ? ഇത്രയോ ഒരെണ്ണമല്ലേ? അപ്പോൾ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? 5.0 അല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? 100 ആയതുകൊണ്ട് 2 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടണം കേട്ടോ. ഓക്കെ ആണോ? അടുത്ത 8 വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യും? 8 ആണെങ്കിൽ അപ്പോൾ 10 പറ്റത്തില്ല, 100 പറ്റത്തില്ല ഇല്ലേ? പിന്നെ എത്ര? 10 പറ്റത്തില്ല, 100 പറ്റത്തില്ല. 100 പറ്റുമോ കുഞ്ഞുങ്ങളെ? 8ൻ്റെ ഇതിൽ 100 പറ്റത്തില്ല, 1000 പറ്റത്തുള്ളൂ കേട്ടോ. 100 പറ്റത്തില്ല, 1000. അപ്പോൾ എത്ര? 8 × 125 ആണ് കേട്ടോ. അത് ഓർത്തോണേ. ആ 125 തന്നെ മേളിൽ 7 × 125 കേട്ടോ. അപ്പോൾ എത്ര? 875/1000 ആണ് വരുന്നത്. അപ്പം 3 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തുമ്പോൾ 875.1 കേട്ടോ. നിങ്ങൾ മിനിമം അത് അറിഞ്ഞിരിക്കണം. 1/2 വന്നു കഴിഞ്ഞാൽ 5 വെച്ചാണെന്നും 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വരുമ്പോൾ എത്ര? 100 വരണ്ടേ? അപ്പം 1/4 5 4 20 6 5 20 അല്ലേ? 25. യെസ് 25 കേട്ടോ. 1/4 ആണെങ്കിൽ 20. ഇത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതായത് ഡെസിമലിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റണമെങ്കിൽ താഴെ ഡിനോമിനേറ്റർ എപ്പോഴും എന്താ 10 100 1000 10000 ഇതേ വരാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് 1/2 വരുന്നെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് 5 വെച്ച് ചെയ്തോണം. 1/4 ആണെങ്കിൽ 25 വെച്ച് ചെയ്തോണം. 1/5 ആണെങ്കിലോ 2 വെച്ച് ചെയ്തോണം. എത്ര വെച്ചാൽ 2 വെച്ച് ചെയ്തോണം. 1/20 ആണെങ്കിലോ 5 വെച്ച് ചെയ്തോണം കേട്ടോ. ഇതൊക്കെ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. 1/8 ആണെങ്കിലോ 125 വെച്ച് ചെയ്തോണം. ഈ ക്ലൂ ഒക്കെ ഓർത്ത് വെച്ചേക്കണം. ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആരും തമാശയായിട്ട് കരുതരുത്. ഓരോന്നും വെച്ച് ചെയ്യുന്നത് നോക്കണം. അടുത്ത 3 ലിറ്റർ പാല് ഒരേ അളവിൽ 8 കുപ്പികളിൽ നിറച്ചു. ഒരു കുപ്പിയിൽ എത്ര ലിറ്റർ പാലുണ്ട്? 3 ലിറ്റർ ഓഫ് മിൽക്ക് ഈസ് യൂസ്ഡ് ടു ഫിൽ ഇൻ 8 ബോട്ടിൽസ് ഓഫ് ദ സെയിം സൈസ്. ഹൗ മെനി ലിറ്റർ ഡസ് ഈച്ച് ബോട്ടിൽ ഹോൾഡ്? അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് എഴുതാം. ടോട്ടൽ എമൗണ്ട് 3 ലിറ്റർ ആണ്. എത്ര കുപ്പികളിലാണ്? 8 കുപ്പികളിലാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? അങ്ങനെ എഴുതും കുഞ്ഞാൽ. 3 ലിറ്റർ പാല് 8 കുപ്പികളിലാക്കാം. 3/8 കേട്ടോ. 3/8 വന്നാൽ എന്തോ ചെയ്യണമെന്നാണ് ഇപ്പോൾ പറഞ്ഞത്? 8 വന്നാൽ 125. അത് മറക്കല്ലേ. 8 വന്നാൽ 125 വെച്ച് ചെയ്തപ്പോൾ ഈ ആൻസർ കിട്ടി കേട്ടോ. മറക്കല്ലേ. ഞാൻ പറഞ്ഞ ക്ലൂ ഇനിയാണ് ആവശ്യം വരുന്നത്. എ റോപ്പ് 17 മീറ്റർ ലോങ് ഈസ് കട്ട് ഇൻറ്റു 25 ഈക്വൽ പീസ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ് ഇൻ മീറ്റർ? 17 മീറ്റർ നീളമുള്ള ഒരു കയറ് 25 സമഭാഗങ്ങളാക്കി. ഒരു കഷ്ണത്തിൻ്റെ നീളം എത്ര മീറ്റർ ആണ്? കയറിൻ്റെ നീളം ഓൾറെഡി തന്നിട്ടുണ്ട്.
തന്നിട്ടുണ്ട് കഷ്ണങ്ങൾ നീളാക്കുക. അപ്പോൾ എത്രയാണോ തന്നെ 17 അതായത് 17 മീറ്റർ നീളമുള്ളതിനെ 25 തുല്യ ഭാഗമാക്കണമെങ്കിൽ എത്രയാണോ തരുന്നത് അതിനെ എത്രയാണോ ഡിവൈഡ് ചെയ്യേണ്ടത്, തിരിഞ്ഞു പോകല്ലേ നിങ്ങളെ കേട്ടോ. അപ്പോൾ 25 വന്നാൽ എത്ര കൊണ്ടാണ് 4 വെച്ച്. ഞാൻ പറഞ്ഞ ക്ലൂ ഇപ്പോൾ മനസ്സിലായോ? 25നെ 4 വെച്ചായപ്പോൾ 100 അപ്പോൾ കിട്ടും. അടുത്ത 19 കിലോഗ്രാം അരി 20 പേർക്ക് തുല്യം. 19 കിലോഗ്രാം 20 പേർക്ക് അല്ലേ. 19/20 താഴെ വന്നാൽ ഞാൻ ഇച്ചിരി സ്പീഡ് കൂടുതലാണെന്ന് എനിക്കറിയാം കുഞ്ഞുങ്ങളെ, ക്ഷമിക്കണം. കാരണം ഇത്രയും ഇത് ഫുള്ള് പറഞ്ഞു തരും. ഇതൊരു 3-4 ലിങ്ക് ഇടാനാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അപ്പം ഓൾറെഡി ഇപ്പം നേരത്തെ ഒരു 4 പാർട്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒരുപാട് ലാഗടിക്കേണ്ടെന്ന് വിചാരിച്ച് ഒറ്റയടിക്കാൻ തീർത്തതാണ്. കാരണം നമ്മൾ ഇത് കഴിഞ്ഞിട്ടുള്ള ദശാംശം ഏതായിരുന്നു, ഇത് കഴിഞ്ഞിട്ടുള്ള വംശബന്ധം വരെ നമ്മൾ ഇട്ടതാണ്. അപ്പോൾ ഇതെൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചുകൊണ്ട് അങ്ങ് ഇട്ടതേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ എന്താ ഈ ഒരു ഇതിൽ എന്ന് വെച്ചാൽ ഒന്നീ 10, 100, 1000 ആക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ക്ലൂ ആണ് മുമ്പ് ഞാൻ തന്നത്. 2 വന്നാൽ 5 വെച്ച്, 5 വന്നാൽ 2 വെച്ച്, 8 വന്നാൽ 125 വെച്ച്. ആ ക്ലൂ ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ 20 വന്നാൽ നമ്മൾ പറഞ്ഞു 5 വെച്ച്, അപ്പോൾ 100 ആവുമെന്ന്. അപ്പോൾ കിട്ടുമെന്ന് പിടികിട്ടിയോ? ആ ഒരു ക്ലൂ ആണ് ഇത് ഇപ്പോൾ കണ്ടോ. അതായത് 2 വന്നാൽ 0.14. ഈ ഒരു ക്ലൂ ഒക്കെ ഓർത്ത് വെച്ചാണ് കേട്ടോ. അടുത്ത 8.5 കിലോഗ്രാം അരി ഒരേ അളവിൽ 2 സഞ്ചികളാക്കി. ഒരു സഞ്ചിയിൽ എത്ര കിലോഗ്രാം ഉണ്ട്? എത്ര നിങ്ങളെ? 8.5 കിലോഗ്രാം അരി എത്ര ഒരേ അളവിൽ 2 സഞ്ചികളിലാക്കി കേട്ടോ. 2 സഞ്ചികളിൽ ആക്കി. അപ്പോൾ എങ്ങനെ എഴുതാം? ഈ 8.5 എന്ന ഡെസിമലിലാണ്. അതിനെ നമ്മൾ ഫ്രാക്ഷനിലോട്ട് മാറ്റി 1/2. അപ്പോൾ 20 വന്നത് കണ്ടോ. 20 വന്നാൽ എത്ര വെച്ചാൽ 5 വെച്ച് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടുമെന്ന് കേട്ടോ. നിങ്ങളെ മനസ്സിലാവുന്നുണ്ടോ? ഡിവൈഡ് ചെയ്യാനൊക്കെ അറിയാം. അതായത് 2 0 ആണെങ്കിൽ 2 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടുക. ഓക്കെ ആണല്ലോ. എ റിബൺസ് 14.5 സെൻറ്റിമീറ്റർ ലോങ് ഈസ് കട്ട് ഇൻറ്റു 2 ഈക്വൽ പീസ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ് ഇൻ സെൻറ്റിമീറ്റർ? 14.5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു നാട അല്ലേ റിബണോ എന്തോ ആയിക്കോട്ടെ 2 സമഭാഗങ്ങളാക്കി ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്രയാണ്? അപ്പോൾ സ്റ്റെപ്പ് നോക്കിക്കേ. മൊത്തം എത്രയാണ്? 14.5. ഡെസിമലിൽ തന്നിരിക്കുന്നതിനെ നമ്മൾ ഫ്രാക്ഷനിലോട്ട് മാറ്റി 1/2. അപ്പം 10 × 2 20. 20 എന്ന് വന്നു കഴിയുമ്പോഴേ നമുക്ക് എന്തോ ആക്കണം? 20നെ ഒന്നുകിൽ 100 വെച്ച് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് അതും അറിയത്തില്ലെങ്കിൽ 145. ഇത് വേറെ രീതിയിലുള്ള കണക്കാണ് അല്ലേ. പീസ് ഓഫ് 145 ഡിവൈഡ് 20 ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. ഏതാ? ഈ 20 എന്നുള്ളതിൻ്റെ 0 എടുത്ത് കളഞ്ഞിട്ട് ചെയ്യുക. 2 7 14 പിന്നെ 0 ഇട്ട് കൊടുക്കുക. ആ മെത്തേഡ് തന്നെ യൂസ് ചെയ്താൽ അത് കേട്ടോ. നമ്മൾ ആദ്യം പഠിച്ചല്ലോ അത് തന്നെ. അപ്പോൾ 7.25 കിട്ടും. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ? 20.5 മീറ്റർ. 20.5 മീറ്റർ ചുറ്റമുള്ള സമതലത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര മീറ്ററാണ്? പെരിമീറ്റർ അല്ലേ. പെരിമീറ്റർ എന്ന് വെച്ചാൽ ചുറ്റളവാണ്. ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് 20.5. ലെങ്ത് ഓഫ് സൈഡ് ഒരു വശത്തിൻ്റെ, അതായത് സമചതുരം അല്ലേ കുഞ്ഞുങ്ങളെ. സമചതുരം എന്ന് വെച്ചാൽ എന്താ? 4 വശവും ഒരുപോലെ ഇരിക്കുന്നതിനെയാണ് സമചതുരം എന്ന് പറയുന്നത്. അപ്പോൾ 20.5 അതിൻ്റെ എന്താ പെരിമീറ്റർ തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ 4 വശവും കൂടെ 20.5 ഉണ്ട്. സമചതുരത്തിൻ്റെ ഏതൊരു വശം കാണുമെങ്കിലും 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം എന്താ 20.5 എന്നുള്ളതിനെ നമ്മളെന്താ ഡെസിമലിനെ ഫ്രാക്ഷനാക്കി അങ്ങനെ ചെയ്തപ്പോൾ 205/40 5.125 ഇവിടെ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും അതായത് 0 മാറ്റിയിട്ടിട്ട് ഞാൻ ആ പറഞ്ഞ രീതി ചെയ്താൽ മതി. ദ പ്രൈസ് ഓഫ് 6 പെൻ 20 ഈസ് എന്താ അതായത് 6 പേനയുടെ വില 40 രൂപ 50 പൈസയാണ്. ഒരു പേനയുടെ വില എത്രയാണ്? 6 പേനയ്ക്ക് 40 രൂപ 50. നമ്മൾ കടയിൽ പോയി 6 പേന ഒരു സെറ്റ് പേന മേടിക്കത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു പേനയുടെ വില എത്രയാണെന്നല്ലേ തന്നിരിക്കുന്ന സ്റ്റെപ്പ് പറക്കി എഴുതുക. തന്നിരിക്കുന്നത് ഡെസിമലിലാണ്. നമ്മൾ അതിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റി എത്ര പേന ഉണ്ടായിരുന്നു? 6 പേന. അപ്പോൾ 1/6. അപ്പോൾ ഇത് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി എന്താ കുഞ്ഞുങ്ങളെ? 40 50/600 0 മേളിൽ കിടക്കുന്ന 0ത്തിനെ താഴെ കിടക്കുന്ന 0 വെട്ടിക്കളയാം. എളുപ്പ വഴിയാട്ടോ. അപ്പം 405/6 405/60 അല്ലേ. 405/60നെ മുമ്പത്തെ രീതി ഏതാണെന്നറിയാലോ. 0 കട്ട് ചെയ്തിട്ട് 6 6 36 പിന്നെ 0 ഇട്ട് കൊടുക്കുക. ബാലൻസ് 45. 45-നകത്തിൽ 60 പറ്റത്തില്ല. പോയിന്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്താ 0 ഇട്ട് കൊടുക്കുക. 7 6 42 420. പിന്നെ എന്ത് ചെയ്യുക? 0 വന്നു അല്ലേ. 30 അല്ലേ. എത്ര? 30 അല്ലേ. അപ്പം 5 6 560 എത്ര? 5 6 30 അല്ലേ. 300 വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 6.75 കേട്ടോ. ഓക്കെ ആണല്ലോ. സ്പീഡ് കൂടുതലാണ് നിങ്ങളെ. സോറി കേട്ടോ. പേജ് 82 നോക്കിക്കേ. എ വെസൽ കണ്ടെയ്ൻസ് 4.05 ലിറ്റർ ഓഫ് കോക്കനട്ട് ഓയിൽ. ഇറ്റ് ഈസ് ടു ബി യൂസ്ഡ് ടു ഫിൽ 0.45 ലിറ്റർ ബോട്ടിൽസ്. ഹൗ മെനി ബോട്ടിൽസ് ആർ നീഡഡ്? ഒരു പാത്രത്തിൽ 4.05 ലിറ്റർ വെളിച്ചെണ്ണയുണ്ട്. ഇത് 0.45 ലിറ്റർ കൊള്ളുന്ന കുപ്പികളിലാക്കണം. എത്ര ലിറ്റർ കുപ്പിയിൽ വേണം? നമുക്ക് തന്നിരിക്കുന്ന സ്റ്റെപ്പുകൾ അതുപോലെ പറക്കി എഴുതുക. മൊത്തം കുപ്പി എത്ര കുഞ്ഞുങ്ങളെ? 4.05 ലിറ്റർ ആണ്. 4.05 ലിറ്റർ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണയുണ്ട്. അതെന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്? 0.45
ലിറ്റർ കൊള്ളുന്ന കുപ്പികളിലോട്ട് ആക്കണമെന്ന് നോക്കണേ. അത് ഇമ്പോർട്ടൻ്റ് ആണേ, നോക്കണേ. 4.05 എന്ന ഡെസിമലിൽ തന്നതിനെ നമ്മൾ ഫ്രാക്ഷനിലോട്ട് മാറ്റി ഇല്ലേ. ഇനി നോക്കിക്കേ എത്ര കുപ്പികളിലാക്കണമെന്നാ 45 കുപ്പികളിലോട്ട് മാറ്റണം. ഇത് നോക്കണേ കേട്ടോ. ഡിവൈഡ് 45/100. എങ്ങനെ വന്നാന്നറിയാവോ? 0.45 ആയതുകൊണ്ടാണ് എന്ത് വന്നത് 45 ആയത്. സംശയമില്ലല്ലോ. ഇനി നോക്കിക്കേ ഇതിങ്ങനെ വരും. അപ്പം മുകളിൽ 100 താഴെ 100 ഉണ്ടെങ്കിൽ ഈ 100 വെട്ടിപ്പോവും. 405/45 405/45 എന്നുള്ളത് 5ൻ്റെ ടേബിളിൽ പറ്റും അല്ലേ. 5ൻ്റെ ടേബിളിൽ പറ്റും. അപ്പോൾ 9 കുപ്പികൾ. ഓക്കെ ആണല്ലോ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് നിങ്ങൾ അങ്ങ് എഴുതിയെടുക്കണേ.